രോഹിത് ശർമ്മ ഇതുപോലൊരു നല്ല ഇന്നിങ്സ് കളിച്ചാൽ കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സന്തോഷമുണ്ട്. ചില ഷോട്ടുകളൊക്കെ മനസ്സിൽ ഇങ്ങനെ റീപ്ലേ അടിച്ചു കൊണ്ടിരിക്കും. രോഹിത് ശർമ്മ എന്ന ഇമോഷനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ കരിയറിലെ താഴ്ചയും ഉയർച്ചയുമൊക്കെ എന്നെയും ഇമോഷണലായി ബാധിച്ചിരുന്നു. പ്രശ്നം എന്തെന്ന് വെച്ചാൽ, താഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി താഴ്ചയിലേക്കായിരിക്കും നമ്മൾ രോഹിത്തിനൊപ്പം വീഴുക. എത്ര താഴ്ചയിലേക്ക് വീണാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്കും സന്തോഷത്തിലേക്കും രോഹിത് കൈപ്പിടിച്ചു കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്. ഒരു ഡക്കുണ്ടെങ്കിൽ ഒരു ഡബിൾ സെഞ്ചുറി ഉണ്ടാവും. ഒരു ഏകദിന ലോകകപ്പ് പോയാൽ ഒരു T20 ലോകകപ്പ് നേടും. ടെസ്റ്റിലൊരു വീഴ്ചയുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിൽ നല്ലൊരു സീരീസ് ഉണ്ടാവും. IPL 4 കളി തോറ്റു തുടങ്ങിയാലും ഒടുക്കം കയ്യിലൊരു കപ്പ് വെച്ച് തരും. അങ്ങനെ എത്രയെത്ര വീഴ്ചകൾ, എത്രയെത്ര ഉയർത്തെഴുന്നേൽപ്പുകൾ. ഒരിക്കൽ IPL ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയപ്പോൾ രോഹിത് തീർന്നെന്ന് ആരാധകർ പോലും കരുതിയതാണ്. എന്നാൽ അയാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ കയ്യിലൊരു T20 ലോകകപ്പ് ഉണ്ടായിരുന്നു. വർഷങ്ങളായി രോഹിത്തിനൊപ്പം ഒരു ആരാധകനായി നിൽക്കുന്നതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം ഹോപ്പാണ്. ലൈഫിലായാലും കരിയറിലായാലും എത്ര താഴേക്ക് വീണാലും എന്തെങ്കിലും ഉയർത്തെഴുന്നേൽക്കാനാവുമെന്ന പ്രതീക്ഷ. ഒരു വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉയർത്തെഴുന്നേൽപ്പുമുണ്ട്. ഇപ്പോൾ തന്നെ നോക്കൂ, ഏകദിന ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് രോഹിത് ഈ ടൂർണമെന്റിന് ഇറങ്ങുന്നത്. രോഹിത് തീർന്നുവെന്ന് പലരും കരുതിയിടത്ത് നിന്നാണ് സിഡ്നിയിൽ ഇങ്ങനെയൊരു ഇന്നിങ്സ് കളിക്കുന്നത്. ഒരു വീഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുമുണ്ട്.